ഇതാ കാണുമ്പോൾ തന്നെ നല്ല നെഞ്ചുള്ളതും ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇഫ്താറിൽ വിളമ്പാനും അതുപോലെ തന്നെ പെരുന്നാളിനും ഒക്കെ നമുക്ക് പാർട്ടിയിലും ഒക്കെ നന്നായിട്ട് തിളങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കിളിക്കൂട്. കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ കിളിക്കൂടാണെന്ന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതാ കുഞ്ഞ് കാടമുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. അപ്പോൾ തന്നെ ഇതാ ഞാൻ 2 വലിയ ഉള്ളി നന്നായിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ വലിയ ഉള്ളിയില്ലേ അത് ചേർത്ത് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ വലിയ ഉള്ളി നന്നായി വാടി വരണം. അതുവരെയും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടേബിൾ സ്പൂണോളം ഏകദേശം ചേർക്കുക. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയും ചേർത്തതാ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനിടയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണവും പിന്നെ 2 പച്ചമുളകും പിന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് കൊടുത്തു. അതിനുശേഷം 2 വലിയൊരു ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് കണ്ട് അതും ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളകും 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും ചേർത്ത് വാട്ടിയെടുത്തു. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ എടുക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ബീഫായിരുന്നു, അതുകൊണ്ട് തന്നെ 1 കപ്പ് ബീഫ് ഞാൻ മിക്സി ജാറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തതും 1 കൈപ്പിടി മല്ലിയില ചെറുതായിട്ട് കട്ടാക്കിയതും ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ 1 കോഴിമുട്ട ബൗളിൽ പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് കനമില്ലാത്ത സേമിയാണ്, വെർമിസെല്ലി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ടോപ്പ് മീയുടെ അത് നല്ല സേമിയാണ് കേട്ടോ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും റെഡിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ ഉരുളകളായിട്ടാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു കാടമുട്ടതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോളാക്കി മാറ്റാം. ഇങ്ങനെയാണ് നമ്മൾ തട്ടുകടയിലൊക്കെ പോയാൽ കിട്ടുന്ന കിളിക്കൂട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ സേമിയത്തിൽ ഒന്ന് മുക്കിയെടുത്താൽ നമ്മൾ കിളിക്കൂടിൻ്റെ ഒരു ടെസ്റ്റ് റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ തംബ്നെയിലും വീഡിയോസിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ട പോലെ നമ്മൾ കിളിക്കൂടിൻ്റെ അതേ ഷേപ്പിൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മൾ കിളിക്കൂട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ തട്ടുകടയിൽ കിട്ടുന്ന പോലത്തെ കിളിക്കൂട്. ഇനി നമുക്ക് നമ്മളെ അടിപൊളി ക്യൂട്ടായിട്ടുള്ള കിളിക്കൂട് ഇതുപോലെ എടുത്ത് നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു കുഴിയാക്കിയ പോലെ നമ്മളെ കിളിക്കൂടിൻ്റെ രൂപത്തിൽ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ കാടമുട്ട വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് മാത്രം വേവിച്ച് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് പിന്നീട് കാടമുട്ട വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ കിളിക്കൂടിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇത് സേമിയയിലും കൂടി മുക്കിയാൽ അതിലും അടിപൊളിയാവും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതുപോലെ വെറൈറ്റി സ്നാക്കും റെസിപ്പിയുമായിട്ട് വീണ്ടും ഒക്കെ വരാനുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. ഞാനിപ്പോൾ ഇതുപോലെ കിളിക്കൂടിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും എല്ലാം ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഒരു വട്ടെങ്കിലും എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമ്മളെ നോമ്പിനൊക്കെ ഓരോ ദിവസവും എന്ത് സ്നാക്ക് ഉണ്ടാക്കും എന്ന് വിചാരിച്ചിരിക്കണ്ട. ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കിയാൽ മക്കൾക്കും ഇഷ്ടപ്പെടും. അതുപോലെ നമ്മൾ നോമ്പ് തുറയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ എല്ലാതും മിക്സും നമ്മുടെ ഇതും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൂടെണ്ണയിൽ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്തായിക്കോട്ടെ അതിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കേണ്ട ടൈം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇതൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കുക. അതിനുശേഷം എന്താ നമ്മുടെ ഓരോ കിളിക്കൂടും ഇങ്ങനെ വെച്ച് ഓരോ കാടമുട്ടയും ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ 2 കറിവേപ്പിലയൊക്കെ വെച്ച് ഒന്ന് ഉഷാറാക്കി കൊടുക്കുക. അപ്പം കാണാനും നല്ല ഭംഗിയുണ്ട്. ക്യൂട്ടായിട്ടുള്ള നമ്മുടെ കിളിക്കൂട് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്ന സക്കീർ.